ഗൈസ്, ജെനീസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെ ജെനിമോള് രാവിലെ കുറച്ചുകൂടി കളിച്ചൊക്കെ വന്ന് കിടക്കാണ്. ജെനിമോക്ക് പാപ്പ വേണോ? ജെനിമോക്ക് പാപ്പ വേണോ? ഇത് വേണോ? പാപ്പ വേണോ? ഇത് വേണോ? എനിക്ക് ഇത് വേണോ? വേണോ ജെനീസേ? ഇത് വേണോ? വേണമെങ്കിൽ വേണോ പറ. വേണോ? വേണോ? ഇത് വേണോ? ഇത് വേണോ? വേണ്ട വേണ്ട ജെനീസേ, വേണ്ട. ഇത് വേണോ? പാപ്പ വേണോ? പാപ്പ വേണോ ജെനിമോക്ക്? ഇത് വേണോ? ഇത് വേണോ? ഇത് വേണോ? വേണ്ട. ഇത് വേണ്ട. വേണ്ട പൊന്നുണ്ണി, വേണ്ട. വേണോ? വേണമെങ്കിൽ വേണമെന്ന് പറ. വേണോ? വേണോ? എന്നാലും ഇതെന്തൊരു പൊന്നാണിത്. പാപ്പ വേണമെങ്കിൽ വേണമെന്ന് പറയണ്ടേ? അപ്പൊ വേണോ അല്ലേടി? ഇനി വാ, മുകളിൽ പോയിട്ട് കാര്യമില്ല. ഇങ്ങ് വാ. അടമ്മ ഡോറടച്ചിട്ടേക്കുന്നു. അവിടെ ഇരുന്നു. ഹലോ ഗൈസ്, നമ്മളെ ജെനീനെ കിട്ടിയ കഥ നമ്മൾ പറഞ്ഞുകൊണ്ട് നിർത്തിയതാണല്ലോ. അപ്പം അത് മൂന്നോ നാലാമത്തെ പാർട്ടിലേക്കാണ് കിടക്കുന്നത്. ജെനി ബിസ്ക്കറ്റ് കഴിക്കുകയാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വേറെ വീട്ടിലേക്ക് മാറി. അത് പുതിയ വീടായിരുന്നു. അപ്പം നമ്മൾ ജെനിന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നാടൻ ബ്രീഡാണെങ്കിലും കൂടിയിട്ട് എല്ലാവരും പറയും നാടൻ ബ്രീഡ് ഡോഗുകൾ വേറെ എവിടെയെന്നെങ്കിലും ഡോഗ്സ് കുറച്ചാലേറ്റ് കുറയ്ക്കും, ഭയങ്കര ശല്യമാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ ജെനീനെ കൊണ്ട് അങ്ങനെ ഒരു ശല്യമില്ല. ഇപ്പം തന്നെ എവിടുന്നോ പട്ടി ഡോഗ് കുറയ്ക്കുന്ന സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ ജെനി അങ്ങനെയൊന്നും കുറയ്ക്കൊന്നുമില്ല. അവളെന്തെങ്കിലും അപായ സൂചന കണ്ടാലൊക്കെ കുറയ്ക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ പോയി ആ ഉടമസ്ഥ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവർ അടുത്ത കോമ്പൗണ്ടിലാണ് അവർ താമസിക്കുന്നത്. അവരെ വീട്ടിൽ 2 നില വീട്ടിൽ അവർ മേലെയും താഴെ അവർ റെൻറ്റിന് കൊടുത്തെടുത്തിൽ ഒരു നാടൻ ബ്രീഡുള്ള ഒരു ഡോഗുണ്ട്. അതിനെ കെട്ടിയിടുക ചെയ്യുക. അത് ഫുൾ ടൈം കുരയാണ്. നമ്മൾക്ക് എനിക്ക് പിന്നെ ഏത് പെറ്റ്സ് അല്ലെങ്കിൽ ഡോഗുകൾ കുറച്ചാലും എനിക്ക് അവരോട് വിഷമോ സങ്കടം ഉണ്ടാവുള്ളൂ. നമ്മൾ ആരെടുത്ത് ഒരു പരാതി പറയാനൊന്നും പോകുന്ന വ്യക്തിയല്ല. അപ്പോൾ അവർക്ക് എന്തൊക്കെയോ കുറച്ച് കുശുമ്പും എല്ലാം ഉണ്ട്. അവർ ഓരോരുത്തർക്ക് ഓരോരോ ക്യാരക്ടറാണല്ലോ. അവർ നമ്മൾ വന്ന ടൈമിലേ അവർ പറയും. അവർ മിണ്ടുന്ന ഇണങ്ങുന്നയും മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ കൂട്ട് വെക്കാൻ പാടുള്ളൂ. അതൊന്നും നമ്മൾക്ക് നടക്കുന്ന കാര്യമില്ല. നമ്മൾ ഒരു വീടെടുത്താൽ അഡ്വാൻസും കൊടുത്ത് വാടക ചീട്ടും എഴുതി റെൻറ്റും കൊടുക്കുമ്പോൾ അവിടുന്ന് ഇറങ്ങുന്നവരെ അത് നമ്മളെ വീടാണ് അല്ലേ? അപ്പോൾ നമ്മൾ അവരാരും പറയുന്ന ഒന്നും കേൾക്കണ്ട. നമ്മളെല്ലാവരോടും മിങ്കിൾ ചെയ്തും ഹാപ്പി ആയിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ അത് അവർക്ക് പിടിക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്ത് ഈ മിണ്ടാപ്രാണിയായ നമ്മളെ ജനൂട്ടീൻ്റെ മേലെ പൈചാരി. അതായത് നമ്മളെ ജനൂട്ടി ഭയങ്കര കുറയാണ്, ബഹളാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ തരാൻ തുടങ്ങി. അങ്ങനെ ജെനൂട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുരയ്ക്കുകയും ബഹളം വെക്കുകയൊന്നുമില്ല. അവളെ ഞാൻ കെട്ടിയിടുന്നത് കൊണ്ട്, പുതിയ വീടായതുകൊണ്ട് അവളെ ഞാൻ ബാൽക്കണി കെട്ടിയിടും. പക്ഷെ അതുകൊണ്ട് അവൾക്ക് എന്നെ കാണാനും എന്നോട് കളിക്കാനും ഒക്കെ ഉള്ള ഒരു ഇതാണ്. നമ്മളിപ്പോൾ അവൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ അവൾ ചെറിയ രീതിയിലൊന്ന് കുരച്ചിട്ടാണ് അവൾ മറുപടി തരുന്നത് വേണമെന്നുള്ളതിൽ. പക്ഷെ അത് കുരയല്ല, അത് അവർ നമ്മളോട് സംസാരിക്കുന്നതാണ്. പക്ഷേ ഈ സ്ത്രീയും അവരുടെ ഭർത്താവും പറഞ്ഞു, നമ്മളെ ജെനി ഭയങ്കര ബഹളമാണ്, അങ്ങനെ ഇങ്ങനെ വീട് മാറണം എന്നൊക്കെ പറഞ്ഞു. കാരണം വേറെയാണ്. പക്ഷെ
നമ്മളെ മിണ്ടാപ്രാണിയായ ജെനീനെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമായി. കാരണം അവളെ കൊണ്ട് ആർക്കും ഒരു ശല്യവും ഇല്ല. അവൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കാൻ ഫുഡ് തന്നെ വേണ്ട. അവൾക്ക് എന്താ വെച്ചാൽ നല്ല നല്ല ഫുഡുകളാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ഇവൾക്ക് എന്ത് ഫുഡ് വെച്ചാലും ഇവള് കഴിക്കൂല. എത്ര നല്ല ഫുഡ് കൊടുത്താലും അവൾക്കൊരു ലിമിറ്റ് ഉണ്ട്, അത്രേ അവൾ കഴിക്കുള്ളൂ. ആരെടുത്തും ഒരു ശല്യവും ഇല്ലാത്തൊരു കുട്ടിയാണ് നമ്മളെ ജെനിമോള്. നമ്മളെ കോമ്പൗണ്ടിൽ ആരെങ്കിലും അപരിചിതർ വന്നാലോ എന്തെങ്കിലും അപായ സൂചന ഉണ്ടെങ്കിലേ അവൾ കുറച്ച് ബഹളം വെക്കുള്ളൂ. അങ്ങനെ എനിക്കത് ഭയങ്കര മാനസികമായിട്ട് എനിക്കത് വിഷമമായി. കാരണം ഇവളോടൊന്ന് കളിക്കാനോ ഇവളെ കളിപ്പിക്കാനോ നമുക്കൊന്ന് ഇവളെ സൗണ്ട് കേൾക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി. ഇവൾ അനങ്ങിയാൽ അവിടുന്ന് അവർ ഫോൺ ചെയ്യും. പട്ടി കുരയ്ക്കുന്നല്ലോ, ഭയങ്കര ബഹളമാണല്ലോ, ഇവിടെ ഞങ്ങൾക്ക് കിടന്നുറങ്ങണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കണ്ട് അവരിങ്ങനെ ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ പിന്നെ നമുക്കെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ വീട് മാറാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ലല്ലോ ഗൈസ്. നമ്മൾ ഓരോരോ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വേറൊരു വീട്ടിൽ പോവുക. ഞാനാണെങ്കിൽ ആരോടും ഒരു പ്രശ്നത്തിനും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ആരെന്ത് പ്രശ്നത്തിന് വന്നാലും ഞാൻ തിരിച്ച് പ്രതികരിക്കാത്തൊരു വ്യക്തിയാണ്. അങ്ങനത്തെ എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരുമ്പോൾ ഭയങ്കര വിഷമാണല്ലോ. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വേറെ വീട് മാറാനുള്ള ഒക്കെ പരിപാടിയിലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.